Hello guys, it's me Rahul Fabi. Welcome to Fabbsonwheels. So ഇന്ന് നമ്മൾ മാരുതി ജിപ്സിയുടെ കുറേ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ കുറേ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരാൾ ജിപ്സിയോടുള്ള അല്ലെങ്കിൽ മാരുതി ജിപ്സിയോടുള്ള ആഗ്രഹം കാരണം ജിപ്സി വാങ്ങുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കാനുണ്ട്, അതോടൊപ്പം തന്നെ എങ്ങനെ വാങ്ങണം, ആരുടെ കയ്യിൽ നിന്ന് വാങ്ങണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. അതോടൊപ്പം തന്നെ ശരിക്കും ജിപ്സിയായിട്ട് ബന്ധപ്പെടുത്തി തന്നെ അറിയാനുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പരിമിതമായ ചില അറിവുകളും അതുപോലെ തന്നെ പല ക്ലബ്ബുകളിൽ നിന്നും പല ഫ്രണ്ട്സുകളിൽ നിന്നും കിട്ടുന്ന അറിവുകളും വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു റിസർച്ചിലാണ് ഞാനിപ്പോൾ. മാരുതി ജിപ്സിയിൽ ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് പവർ സ്റ്റിയറിംഗ് ചെയ്യാനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ AC, ഗ്യാസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സംശയങ്ങൾ ഞാൻ ഓൾറെഡി എല്ലാ സംശയങ്ങളും നമുക്ക് തീർന്നിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ എന്തായാലും നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിൽ നിങ്ങളൊന്ന് കാണാം. അപ്പോൾ മാരുതി ജിപ്സിയിൽ പവർ സ്റ്റിയറിംഗ് സക്സസ്ഫുൾ ആണോ? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു കാര്യം. പിന്നെ മെയിനായിട്ട് ബേസിക്കായിട്ട് ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഈ ഒരു ചർച്ച പോകുന്നത് ഒരു കാര്യത്തിനെ 100% നമ്മൾ അംഗീകരിച്ചിട്ടോ ഒരു കാര്യത്തിന് 100% നമ്മൾ ഒപ്പോസ് ചെയ്തിട്ടായിരിക്കത്തില്ല ഈ ഒരു ചർച്ച പോകുന്നത്. കാരണം ഓരോ സാഹചര്യങ്ങളനുസരിച്ചിട്ട് ഓരോ ഓണറിൻ്റെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടാണ് ഓരോ ഫെസിലിറ്റിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഈവൻ നമ്മളിപ്പോൾ പവർ സ്റ്റിയറിംഗ് ചെയ്യുന്നതായാലും AC ചെയ്യുന്നതായാലും അതോടൊപ്പം തന്നെ അങ്ങനെ മാരുതി ജിപ്സി എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമൈസബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. ഒരുപാട് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഓരോ ഇൻഡിവിജ്വലും അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ പർപ്പസ് അനുസരിച്ചിട്ടാണ് വാഹനം ശരിക്കും ബിൽഡ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ചർച്ച എന്ന് പറയുമ്പോൾ 100% നമുക്ക് ഒന്നിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു ചർച്ചയുടെ രൂപം തന്നെ കുറച്ച് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ മാരുതി ജിപ്സിയുടെ പവർ സ്റ്റിയറിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടിരിക്കുന്നത്. മാരുതി ജിപ്സിയിൽ നമ്മൾ കമ്പനിയായിട്ട് തന്നെ ശരിക്കും നമ്മുടെ സ്റ്റോക്കായിട്ട് തന്നെ പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു പവർ സ്റ്റിയറിംഗ് ഇതിൻ്റെ ആവശ്യം ശരിക്കും ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. പിന്നെ പവർ സ്റ്റിയറിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു വാഹനത്തിന് മാരുതി ജിപ്സി ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം വാഹനമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഓഫ് റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് കുറച്ച് കംഫർട്ടും കാര്യങ്ങളൊക്കെ ആണ്. സോ ആ സമയത്ത് നമുക്കൊരു പവർ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു കുറവ് അത് നമുക്കൊരു വലിയ കുറവായിട്ട് തന്നെ ഫീൽ ചെയ്യും. കാരണം നമ്മുടെ സിറ്റി ഡ്രൈവിനും അതോടൊപ്പം തന്നെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പവർ സ്റ്റിയറിങ് AC ഒക്കെ തന്നെ നമുക്ക് ആവശ്യകതയാണ്. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെയൊക്കെ കാലത്താണെങ്കിൽ മാരുതി ജിപ്സിയിൽ ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. അത് ഓഫ് റോഡ് പർപ്പസിനും അതോടൊപ്പം തന്നെ നമ്മുടെ മിലിറ്ററി പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമാണ്. ഇന്ന് വന്ന് ഒരുപാട് കാലങ്ങൾ മുന്നോട്ട് പോയി മാരുതി ജിപ്സിയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പവർ സ്റ്റിയറിങ്ങിൻ്റെ ആവശ്യകത കൂടി വരികയാണ്. സോ അങ്ങനെയുള്ള ആ ഒരു പവർ സ്റ്റിയറിങ്ങിന് എന്തെല്ലാം വഴിയാണ് അല്ലെങ്കിൽ ഏതെല്ലാം വേയിലാണ് നമുക്ക് പവർ സ്റ്റിയറിങ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നത്? നമ്മൾ പവർ സ്റ്റിയറിങ് ജിപ്സിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ടൈപ്പ് പവർ സ്റ്റിയറിങ്ങുകളാണ് ജിപ്സിയിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തേന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രോളിക്കാണ്. യൂണിവേഴ്സലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് കോയോ അതുപോലെ തന്നെ ടവേര, മഹീന്ദ്ര പിക്കപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള പല വാഹനങ്ങളുടെയും ഹൈഡ്രോളിക് സ്റ്റിയറിങ്ങുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിന് ഗുണവുമുണ്ട് ദോഷമുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാമതായി നമ്മൾ യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ്. സോ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് EPS എന്ന് നമ്മൾ ഷോർട്ട് ഫോമായിട്ട് പറയും. സാധാരണ നമ്മുടെ വാഗനർ, മാരുതി ഓൾട്ടോ, മാരുതി 800 ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ കണ്ടുവരുന്ന EPS പവർ സ്റ്റിയറിംഗ് ഉണ്ട്. സോ ഈ 2 ടൈപ്പ് പവർ സ്റ്റിയറിംഗുകളിലും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. സോ ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹൈഡ്രോളിക് തന്നെ ആദ്യം ചർച്ച ചെയ്യാം. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് എപ്പോഴും നിങ്ങൾക്കറിയാം, പഴയ കാലത്തുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ്. വലിയ മെക്കാനിസം ഒന്നുമല്ല, ശരിക്കും ഒരു പമ്പ്, അതോടൊപ്പം തന്നെ ഒരു ഓയിൽ സീലും അതിനോടൊപ്പം തന്നെ ഉള്ള നമ്മുടെ സ്റ്റിയറിംഗ് റാക്ക്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളായിട്ടാണ് ആ ഒരു സ്റ്റിയറിംഗ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും മെറിറ്റ്സ് ആണ്, കുറച്ച് അത്യാവശ്യം മെറിറ്റ്സ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ മെയിൻ്റനൻസ് ഇല്ലാതെ അതോടൊപ്പം തന്നെ നമുക്ക് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. മെയിൻ്റനൻസ് കുറവാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ ഡ്യൂറബിലിറ്റി കൂടുതലും ഈ പറഞ്ഞ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിങ്ങിനായിരിക്കും. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ദോഷം എന്താണെന്ന് പറയാം. സോ നമുക്ക് ആദ്യം ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് അതോടൊപ്പം ഹൈഡ്രോളിക് പവർ സ്റ്റിയറിങ്ങിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ദോഷങ്ങൾ പറഞ്ഞതിനേക്കാൾ മുമ്പ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സിറ്റി പർപ്പസിനോ അല്ലെങ്കിൽ ഒരു ലോങ് ട്രാവലിനോ വേണ്ടിയിട്ടല്ല നമ്മൾ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന വാഹനങ്ങളിൽ നമ്മൾ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറില്ല. സോ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് യൂസ് ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ ഹാർഡ് കോർ ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാർ അവർ കൂടുതലായിട്ടും ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് ശരിക്കും അവർ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭയങ്കര റഫ് ആൻഡ് ഹാർഡ് കോർ ആയിട്ടുള്ള ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലും ബെനിഫിഷ്യൽ ആകുമെന്ന് പറയുമ്പോഴത്തേക്ക് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ഏറ്റവും വലിയൊരു ഗുണം തന്നെ അതാണ്. നമുക്ക് വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ സ്റ്റിയറിംഗ് ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും.
പിന്നെ നിങ്ങൾക്ക് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിനെ കുറിച്ച് എന്തെങ്കിലും മെറിറ്റ്സോ ഡിമെറിറ്റ്സോ ഒക്കെ അറിയാമെന്നുണ്ട് ഉറപ്പായിട്ടും കമൻറ്റിൽ സൂചിപ്പിക്കുക. കാരണം നമുക്കറിയാവുന്ന വളരെ ചെറിയ അറിവുകൾ വെച്ചിട്ടാണ് നമുക്ക് മറ്റുള്ളവരോട് നമ്മൾ ഈ അറിവുകളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിരിക്കും. രണ്ടാമത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിങ്ങിൻ്റെ ദോഷങ്ങളെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാൻ പോകുന്നത്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇത് ഫിറ്റിങ്ങിൻ്റെ കോസ്റ്റ് തന്നെ കുറച്ച് കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഫിറ്റിങ്ങും കുറച്ച് പണി പിടിച്ച പണിയാണ്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മെക്കാനിസം ഉള്ളത് കൊണ്ട് തന്നെ പണി പിടിച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ളൊരു ഡീമെറിറ്റ് വേറൊരു കാര്യം കൂടെയുണ്ട്. എൻജിൻ്റെ ജിപ്സി എന്ന് പറയുമ്പോൾ ഒരു 1.3 ലിറ്റർ എഞ്ചിനാണ്. അത്യാവശ്യം ഒരു ഓൺ റോഡ് പർപ്പസ് അത്യാവശ്യം ഒരു ഓഫ് റോഡ് ടോർക്കുള്ള ഒരു നോർമൽ വണ്ടി തന്നെയാണ്. സോ അതിൻ്റെ എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് AC നമ്മൾ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് നമ്മുടെ ഈ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എഞ്ചിൻ്റെ പവർ അത് വലിച്ചെടുക്കുന്നത് പറഞ്ഞാൽ ഇത് രണ്ടും പ്രവർത്തിക്കുന്ന ഒരു പുള്ളി വഴിയാണ്. അപ്പോൾ ACയും പവർ സ്റ്റിയറിംഗ് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് കൂടെ വരുന്ന സമയത്ത് ശരിക്കും ACക്ക് ഒരു കംപ്രസർ വരുന്നുണ്ട്. അതോടൊപ്പം ബെൽറ്റ് ഡ്രിവൺ വെച്ചിട്ടാണ് ഈ ഒരു പമ്പ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ ആ ഒരു റൊട്ടേഷനിൽ നിന്ന് ആ ഒരു കറക്കത്തിൽ നിന്ന് ആ ഒരു പവറിൽ നിന്ന് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ACയും പ്രവർത്തിക്കാനുള്ള ആ ഒരു എനർജി എടുക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിക്ക് പവർ ലോസ് ഫീൽ ചെയ്യും. സോ നിങ്ങളൊരു ഹാർഡ് കോർ ഓഫ് റോഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. കാരണം ഹാർഡ് കോർ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ പവറോ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. ഓഫ് റോഡ് മോഡിലായിരിക്കും. ആ ഒരു ഓഫ് റോഡ് മോഡിലാകുമ്പോഴത്തേക്ക് വണ്ടിക്ക് ടോർക്കായിരിക്കും കൂടുതൽ, സ്പീഡിനേക്കാൾ കൂടുതൽ വണ്ടിക്ക് ടോർക്കാണ് ആവശ്യം. സോ ഒരു ഓൺ റോഡ് പർപ്പസ് വരുമ്പോഴത്തേക്ക് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. പലരും ഞാൻ അറിഞ്ഞ ഒരു ചില കാര്യങ്ങളുണ്ട്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് വയ്ക്കുന്ന പലരും ശരിക്കും ഓയിൽ ലീക്ക് അങ്ങനെയുള്ള ചില കാരണങ്ങളൊക്കെ വെച്ചതിന് ശേഷം കുറേ കാലങ്ങൾ കഴിയുമ്പോൾ കിട്ടുന്നതായിട്ട് പെട്ടുന്നു. പക്ഷേ അതൊരു വലിയ മെയിൻ്റനൻസ് കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെക്കാനിസങ്ങൾ അത്യാവശ്യം കോസ്റ്റ് കുറവാണ്. ചെറിയൊരു ഓയിൽ ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ തലപോയ്ക്കാത്ത റോക്കറ്റ് സെൻസ് ഒന്നും ഇതിനകത്തില്ല. സോ അതൊക്കെ വെച്ച് നമുക്ക് ചെറിയൊരു മെക്കാനിക് കൊണ്ട് തന്നെ നമുക്ക് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്ത് പോകാനായിട്ട്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് നമ്മുടെ ജിപ്സിയുടെ മൊഡ്യൂൾസ് ഫുള്ളായിട്ട് നമ്മൾ മാറിയിട്ട് ടവേര, കോയോ പവർ സ്റ്റിയറിംഗ് ഇതൊക്കെ ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോയോ പവർ സ്റ്റിയറിംഗ് ഒരുപാട് അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഈ ടവേരയുടെ സ്റ്റിയറിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അതിൻ്റെ ഫുള്ളി മൊഡ്യൂൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പവർ സ്റ്റിയറിംഗ് ചെയ്യുന്ന ഒരാളെ കൊണ്ട് ഒരു ടെക്നീഷ്യനെ കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൻ്റെ കാര്യം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നമുക്ക് ഇനി രണ്ടാമതായി ചർച്ച ചെയ്യാനുള്ളത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ സംസാരിച്ചു. നമുക്ക് ഇനി നോക്കാനുള്ളത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ്. സോ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ പോലെ അതായത് വണ്ടി നമുക്ക് കുറച്ചധികം കുറച്ച് നമുക്ക് ഓൺ റോഡ് പർപ്പസ് അതോടൊപ്പം തന്നെ നോർമലി ഉള്ള ഓഫ് റോഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആയിരിക്കും. സോ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിൻ്റെ ഗുണങ്ങൾ തന്നെ നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് എഞ്ചിനിൽ നിന്ന് കുറച്ച് പവർ മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എഞ്ചിനകത്തുള്ള ഒരു പവർ ലോസ് ഉണ്ടാകുന്നില്ല. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിലാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പവർ ലോസ് ഹൈഡ്രോളിക് സ്റ്റിയറിംഗിൻ്റെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്യും. ഏകദേശം 1 or 2 bhp കുറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിലാവുമ്പോൾ നമുക്ക് ആ ഒരു ശല്യം ഉണ്ടാവുന്നില്ല. അതോടൊപ്പം തന്നെ വണ്ടി ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ വാഹനം നമുക്ക് ഹയർ സ്പീഡിലാവുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സേഫറായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് തന്നെയായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് നമുക്ക് ഫിറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്, വളരെ ഈസിയാണ്. കാരണം അതിൻ്റെ മൊഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു മൊഡ്യൂളുണ്ട്, ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കുറച്ച് കണക്ഷൻസും മാത്രമേ ബാക്കി നമുക്ക് വരുന്നുള്ളൂ. അല്ലാതെ എഞ്ചിനിലോട്ടുള്ള വേറെ കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇലക്ട്രോണിക്സ് പവർ സ്റ്റിയറിംഗ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റിയാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ടെക്നീഷ്യൻസ്, ഒരുപാട് മെക്കാനിക്കുകൾ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വാഗനർ, ഓൾട്ടോ, മാരുതി 800, സെൻ 800 യൂഷ്വലി അങ്ങനെ യൂസ് ചെയ്യാറില്ല. സെൻ എന്നുള്ള വാഹനങ്ങളുടെ സ്ക്രാപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള പവർ സ്റ്റിയറിംഗിൻ്റെ മൊഡ്യൂൾസാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ മൊഡ്യൂൾ കൊണ്ടുവന്നിട്ട് ജിപ്സിയുടെ മെയിൻ സ്റ്റിയറിംഗിൽ അല്ലെങ്കിൽ ജിപ്സിയുടെ ഒറിജിനൽ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് ആ മൊഡ്യൂൾ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് തന്നെ സെപ്പറേറ്റ് ഒരു ECM കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇലക്ട്രിക് കണക്ഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ്. സോ ഇത് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അത്യാവശ്യം ലോങ് ഡ്രൈവ് പോകുന്ന ആൾക്കാർ, സാധാരണ യൂസുള്ള ആൾക്കാർ, കുറച്ച് ഓഫ് റോഡ് മാത്രം പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ്. അതോടൊപ്പം തന്നെ ആസ് ലൈക്ക് എൻ്റെ കാര്യം പറഞ്ഞാൽ പോലും എനിക്കും ഏറ്റവും കൂടുതൽ സജസ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് സ്വയം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ്. പിന്നെ മെയിനായിട്ട് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിൻ്റെ ഒരു കിറ്റ് പോലെ അവൈലബിലിറ്റി വളരെ കുറവാണ്. ആ സമയത്ത് നമുക്ക് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് നോക്കാമെന്നുണ്ടെങ്കിൽ കോയോടെയൊക്കെ കിറ്റുകൾ, റീഫ്രഷ് ചെയ്ത കിറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതെടുത്ത് ഫിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ആവശ്യം മാത്രമേ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൽ വരുന്നുള്ളൂ.
പക്ഷേ കമ്പാരിറ്റീവ്ലി രണ്ടിനും തമ്മിൽ നോക്കുന്ന സമയത്ത് കൂടുതലും മെയിൻ്റനൻസ് കൂടുതലായിട്ട് വരുന്നത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൽ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് നിങ്ങൾ പവർ സ്റ്റിയറിംഗ് യൂസ് ചെയ്യുക. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ട്. സോ ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ മണിച്ചേട്ടൻ നമ്മുടെ ഒരു വാഗനറിൻ്റെ ഒരു ഹൈഡ്രോളിക് നമുക്കൊരു ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് വേണം നമ്മുടെ വാഹനത്തിൽ വെക്കാനായിട്ട്. സോ എൻ്റെ പർപ്പസ് അനുസരിച്ചിട്ട് ഞാൻ ശരിക്കും ഒരു റോഡ് ലൈഫ് ആയിരിക്കും ജിപ്സിയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ചെറിയ ലിറ്റിൽ ബിറ്റ് ഓഫ് റോഡൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. സോ അപ്പോൾ പോലും എപ്പോഴെങ്കിലും ഹാർഡ് കോർ ഓർ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് കട്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അതൊരു ഡീമെറിറ്റ് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു ഹാർഡ് കോർ ഓഫ് റോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു മൊഡ്യൂൾ കട്ടായി പോകും. മൊഡ്യൂളിൻ്റെ ആ ഒരു ലൈൻ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിൽ തരുന്ന ആ ഒരു കംഫർട്ടൊന്നും കിട്ടത്തില്ല. പക്ഷേ സെയിം ടൈം നമുക്ക് മാനുവൽ സ്റ്റിയറിംഗ് വർക്കാവുക തന്നെ ചെയ്യും. അതായത് പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത ഒരു ജിപ്സി ഓഫ് റോഡിന് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു ഹാർഡ് കോർ ഓഫ് റോഡിങ് ഒരു ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വെച്ച ജിപ്സി ഓടിക്കുമ്പോൾ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഉള്ള ഒരു നോർമൽ ജിപ്സി ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിലാവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതൊരു കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഇല്ല. ഓയിൽ സീൽ പൊട്ടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരത്തുള്ളൂ. നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാനായിട്ട്. പക്ഷേ സെയിം ടൈം ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് നോക്കിയാൽ പോലും അത് കട്ടായെങ്കിൽ പോലും ആ മൊഡ്യൂൾ വർക്കായില്ലെങ്കിൽ പോലും വണ്ടി വഴിയിൽ കിടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വരത്തില്ല. ഇൻ കേസ് നമ്മുടെ വണ്ടി അങ്ങനെ ഒരു പ്രോബ്ലം വന്നെന്ന് തന്നെ വിചാരിക്കുക. സോ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ കോസ്റ്റ് എന്ന് പറയുന്നത്, സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ മാരുതിയുടെ വാഹനങ്ങളൊക്കെ നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് അവൈലബിൾ ആണ്. അതോടൊപ്പം കോയമ്പത്തൂരിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ സ്ക്രാപ്പിൽ നിന്ന് സാധനങ്ങൾ അവൈലബിൾ ആണ്. ഏതാണോ മൊഡ്യൂൾ പോയത് ആ ഒരു ഡിവൈസ് മാത്രം മാറിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ കുറേ ഇപ്പം നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ മീഡിയ വഴി അറിയാവുന്ന ആൾക്കാർ, സോഷ്യൽ മീഡിയ വഴി വരുന്ന ആൾക്കാർ പോലും പണ്ടത്തെ പോലെ ഒരുപാട് ഹാർഡ് കോർ ഓഫ് റോഡിലോട്ട് പോകുന്ന ആൾക്കാർ കുറവാണ്. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ജിപ്സിയെ സംബന്ധിച്ചോളം ജിപ്സിക്ക് ഒരു ഓഫ് റോഡ് ലുക്ക് വേണം. അതോടൊപ്പം തന്നെ അത്യാവശ്യം കംഫർട്ട് കാര്യങ്ങളൊക്കെ വേണം. അതോടൊപ്പം നോർമലി ഉള്ള ഓഫ് റോഡ്സ് പോവുക, ട്രാവൽ ചെയ്യുക, അതാണ് ഈയിടെയായിട്ട് കണ്ടുവരുന്നൊരു ട്രെൻഡ്. ഞാനിപ്പോൾ എൻ്റെ കാര്യത്തെ വെച്ച് കമ്പയർ ചെയ്തിട്ട് പറയുന്നതല്ല, യൂഷ്വലി എൻ്റെ ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് യൂഷ്വലി നിങ്ങൾക്ക് ബെനിഫിഷ്യലായിട്ട് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് തന്നെ. സോ ഇതിന് രണ്ട് വാദങ്ങളുണ്ട്. ഓൾറെഡി തന്നെ ഞാൻ ഇലക്ട്രോണിക്കിൻ്റെ ഹൈഡ്രോളിക്കിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും സംസാരിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ചിലപ്പോൾ ഒരു ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാദത്തോട് മേ ബി ഡിസഗ്രി ആയിരിക്കും. എന്നാൽ പോലും ഞാൻ പറയുന്നത് ഒരാളെ നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ജിപ്സി എന്തിനാണോ വാങ്ങുന്നതനുസരിച്ച് നിങ്ങളെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് യൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ആരൊക്കെ വാങ്ങണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് നമുക്ക് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗും ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗും എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ഒരു ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കോയോയുടെ പവർ സ്റ്റിയറിംഗ് യൂസ് ചെയ്യും. യൂഷ്വലി ഒരു 65-70% ജിപ്സികളിൽ യൂസ് ചെയ്യുന്നത് കോയോയുടെ കിറ്റാണ്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ഇമ്പോർട്ടഡ് കിറ്റുകൾ വരുന്നുണ്ട്. 15,000-17,000 മുതൽ റേഞ്ചിൽ വരുന്ന കിറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അത് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള മെക്കാനിക്കലിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്ത് റെഡിയാക്കി തന്നെ തരും. എല്ലാം കൂടെ ഒരു 25,000-നകത്താണ് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. സെയിം ടൈം നമ്മൾ AC വെച്ചൊരു വാഹനത്തിൽ ഒരിക്കലും ഞാൻ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് അഡ്വൈസബിൾ അല്ല. അതോടൊപ്പം തന്നെ LPGയും AC ചെയ്ത വാഹനത്തിൽ ഒരിക്കലും ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് നമ്മൾ സജസ്റ്റബിൾ ആണ്. ഓൾറെഡി നമ്മൾ ഗ്യാസ് വയ്ക്കുമ്പോൾ തന്നെ ലിറ്റിൽ ബിറ്റ് പവർ നമുക്ക് പെട്രോളിൽ നിന്നൊരു നേരിയ കുറവ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ACയും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം ടൈം നമ്മൾ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പിന്നെ ഒന്നിനും ഓടിക്കാൻ കൊള്ളാത്തൊരവസ്ഥ ഉണ്ടാവും. കാരണം അതിൻ്റെ പവറോ അപ്പോൾ എല്ലാ പവറും അതിനകത്ത് പോയി കിട്ടും. നമുക്ക് ജസ്റ്റ് ഒരു ഓൾട്ടോ ഓടിച്ച് നടക്കുന്ന പോലെ ജിപ്സി ഓടിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ LPG ചെയ്തിട്ടുണ്ടോ AC ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗിനെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. കുറച്ചുകൂടി അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മെക്കാനിക്കിനെ ചോദിക്കുക. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മെക്കാനിക്കിനോട് കൂടുതലായിട്ട് ചോദിച്ച് അതിനെക്കുറിച്ച് കൂടുതലും കൂടെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വയബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ആ ഒരു സ്റ്റിയറിംഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇനി ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് കിട്ടുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു യൂസ്ഡ് സ്ക്രാപ്പ് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇപ്പോൾ വാഗനറിൻ്റെ ആയാലും നമ്മുടെ ഓൾട്ടോയുടെ ഒക്കെ ആയാലും അല്ലെങ്കിൽ സെന്നിൻ്റെ ഒക്കെ മൊഡ്യൂളുകൾ നമ്മൾ ഫുള്ളായിട്ട് മാരുതിയിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 25,000 to 45,000 വരെ ആയിരിക്കും ആ ഒരു പ്രൈസിങ് വരുന്നത്. ആ ഒരു പ്രൈസിങ്ങിൽ നമുക്ക് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബെനിഫിഷ്യലായിട്ട് കൊണ്ടു നടക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ തന്നെയും നമുക്ക് ഈ യൂസ്ഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പവർ സ്റ്റിയറിങ്ങിൻ്റെ കിറ്റ്, അതായത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിങ്ങിന് അവർ ശരിക്കും പറഞ്ഞാൽ അത് കസ്റ്റമൈസ് ചെയ്യുന്ന കിറ്റാണ്. ആ കിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരാനായിട്ടില്ല. ഒരുപാട് വണ്ടികൾ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് ആൾക്കാരെ നേരിട്ട് തന്നെ അറിയാം.
അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചോളം എൻ്റെ യൂസ് നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണാറുണ്ട്, എൻ്റെ എന്താണ് ഞാൻ ജിപ്സി ഉപയോഗിക്കുന്നതൊക്കെ അറിയാം. പക്ഷേ ഞാൻ എനിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് തന്നെയാണ്. വളരെ അടുത്ത് തന്നെ നമ്മുടെ വണ്ടിക്ക് അത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ടയറും കാര്യങ്ങളൊക്കെ ഇടാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പവർ സ്റ്റിയറിംഗ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വണ്ടി നിർത്തി ഓടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഒരു ഹാർഡ് കോർ ഓഫ് റോഡർ ആണെന്നുണ്ടെങ്കിൽ ഇനി ഇത് രണ്ടും പോരാതെ തന്നെ ഒരു നോർമൽ സ്റ്റിയറിംഗിൽ നമുക്ക് ജിപ്സിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉപയോഗിച്ച് ശീലിച്ചതായതുകൊണ്ടും ഒരുപാട് കാലം ജിപ്സിയായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ടും തന്നെ നമുക്ക് എപ്പോഴും പവർ സ്റ്റിയറിംഗ് AC ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ശരിക്കും നിങ്ങൾക്ക് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വേണോ, അതോ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് വേണോ, അതോ നോർമൽ സ്റ്റിയറിംഗ് വേണോ, അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഫാബ്സോൺവീൽസ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ വരാൻ ഇത് കുറച്ച് ഡിലേ ആയാലും, കാരണം ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യാറുള്ളത്. സോ നിങ്ങളുടെ എതിരഭിപ്രായങ്ങളായാലും നിങ്ങളുടെ സജഷൻസ് ആയാലും 100% നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അത് കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇനി വരാൻ പോകുന്ന വീഡിയോസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ടയർ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ ഓൾറെഡി തന്നെ മാക്സിസിൻ്റെ ടയേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഈയിടെയായിട്ട് RTOയുടെ ആ ഒരു ശല്യം എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ മോഡിഫിക്കേഷൻ ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഒരിക്കലും നമ്മളുടെ ചാനൽ വഴി നമ്മൾ കൂടുതൽ മോഡിഫിക്കേഷൻ ഒന്നും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞു വലിച്ചു നീട്ടാൻ തന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. അതോടൊപ്പം തന്നെ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.